സ്വർണ്ണ വ്യാപാരിയായ അരുൺ മാർക്കോസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അരുൺ മാർക്കോസ്, നമ്മൾ കഴിഞ്ഞ ദിവസവും ഈ സ്വർണ്ണത്തിന്റെ വില വർധനയെക്കുറിച്ച് സംസാരിച്ചതാണ്. ഈ സ്വർണ്ണത്തിന്റെ വില വീണ്ടും ഉയരുക തന്നെ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നതുമാണ്. ആ രീതിയിൽ തന്നെ ഇന്നിപ്പോൾ വീണ്ടും 400 രൂപ ഉയർന്നിരിക്കുന്നു. അങ്ങനെ സർവ്വകാല റെക്കോർഡിലേക്ക് സ്വർണ്ണത്തിന്റെ വില എത്തി നിൽക്കുകയാണ്. ഈ 1 ലക്ഷം എന്നുള്ളൊരു സംഖ്യ അത് വിദൂരത്തല്ലെന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? ഇപ്പോൾ ഇന്ന് ഗ്രാമിന് 50 രൂപയാണ് വർദ്ധിച്ചത്. അതായത് പവന് 400 രൂപ വർദ്ധിച്ച് 91,120 രൂപയാണ് നിലവിൽ സ്വർണ്ണവില മാത്രം. ഇപ്പോൾ പുതിയ ആഭരണം വാങ്ങണമെങ്കിൽ ഏകദേശം പണിക്കൂലിയും പണിക്കുറവും GST അടക്കം ഏകദേശം 1 ലക്ഷം രൂപയോളം പുതിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങണമെങ്കിൽ ആകുന്ന ഒരു ഘട്ടത്തിലെത്തിയിരിക്കുന്നു. അതേപോലെ തന്നെ ഇനി മുന്നോട്ട് ഒരു കുറവ് എന്നുള്ള ഒരു ഇത് കാണുന്നില്ല. കാരണം നിലവിലെ മാർക്കറ്റ് സ്റ്റഡി അനുസരിച്ച് വില കുറയുന്ന ഒരു സാധ്യത കാണുന്നില്ല. ഇന്നലെ വൈകിട്ട് ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തി. ട്രംപും ലോക നേതാക്കളും ഒക്കെ ഇസ്രായേലില് നടക്കുന്ന ഗാസ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു എന്നതിനെ സംബന്ധിച്ചൊരു വാർത്ത പുറത്തു വന്നു. അതിനുശേഷവും മാർക്കറ്റ് വീണ്ടും കൂടുന്ന ഒരു തരത്തിലേക്കാണ് വന്നേക്കുന്ന ഒരു മാറ്റം. എന്താണെങ്കിലും മാർക്കറ്റ് കുറയുന്ന ഒരു ലക്ഷണമില്ല. മാർക്കറ്റ് മുന്നോട്ട് തന്നെയാണ് നിൽക്കുന്നത്. ആളുകൾ ജ്വല്ലറികളിലേക്ക് എത്തുന്നതിന് വളരെ വലിയ ഒരു കുറവ് അനുഭവപ്പെടുന്നുമുണ്ട്. ഈ വരും ദിവസങ്ങളിൽ ഈ ജനുവരിയോട് അടുക്കുമ്പോൾ അല്ലെങ്കിൽ നവംബർ മാസത്തിലൊക്കെ ചെറിയ രീതിയിലെങ്കിലും ഈ സ്വർണത്തിന് വില കുറയുമെന്നുള്ളൊരു അഭ്യൂഹമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെറുതെ ആകുമെന്നാണോ താങ്കൾ പറയുന്നത്? അഭ്യൂഹങ്ങൾ എയറിൽ എപ്പോഴും ഉണ്ട്. എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് 4000 എന്നുള്ള ബെഞ്ച് മാർക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഔൺസിന് $4000 എന്ന ബെഞ്ച് മാർക്കിൽ എത്തിയാൽ നേരെ വില താഴേക്ക് പോവും. ഒരു 3500 3700 ആ റേഞ്ചിലേക്ക് പോവും എന്നുള്ള തരത്തിലൊക്കെ ആയിരുന്നു ആളുകൾ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ ആ പറഞ്ഞിരുന്നവർ അതെല്ലാം തകിടം മറിഞ്ഞുകൊണ്ട് അവരെല്ലാം പ്രവചനങ്ങൾ മാറ്റി പുതിയ തരത്തിലേക്ക് ആണ് ഇപ്പൊ പറയുന്നത്. ഇപ്പൊ അവർ പറയുന്നത് 4200 മുകളിലെത്തിയിട്ടാണ് കുറയുന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട്. ചില ആളുകൾ പറയുന്നത് ഇത് അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് 4900 വരെ ഇതിന്റെ റേറ്റ് പോവാം എന്നുള്ള തരത്തിലേക്കും സാമ്പത്തിക വിദഗ്ധരായിട്ടുള്ള മാർക്കറ്റുകൾ വിശകലനം ചെയ്യുന്ന ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ ഇത് ഒരു അൺപ്രഡിക്റ്റബിൾ ആണ്. കാരണം ആർക്കും തന്നെ ഇതിനെ സംബന്ധിച്ച് ഇതുവരെ ഒരു തരത്തിലും ആരും ചിന്തിക്കുന്ന തരത്തിലല്ല ഈ ഒരു മാർക്കറ്റ് ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വില താഴേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഇത് ഇത്രയും കൂടിയതും നമ്മൾ ആരും പ്രഡിക്റ്റ് ചെയ്യാതെയാണ് എല്ലാവരുടെയും പ്രഡിക്ഷനുകളെ തള്ളിക്കൊണ്ടാണ് ഈ വില കൂടിയേക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് താഴേക്ക് ഇത് കുറയാൻ പാടില്ല എന്നൊന്നും ആർക്കും പറയാനും പറ്റില്ല. പക്ഷെ വലിയൊരു കുറവ് എന്താണെങ്കിലും ഈ മാർക്കറ്റിൽ ഉണ്ടാവാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. ശ്രീ അരുൺ മാർക്കോസ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.